കാന്താര എന്ന വാക്കിൻ്റെ അർത്ഥം ദ മിസ്റ്റീരിയസ് ഫോറസ്റ്റ് എന്നാണ്. ആ അർത്ഥം വരുന്ന പേരുള്ള സിനിമ. ആ സിനിമ കാണുവാനായി തിയേറ്ററിൽ കയറി ഒരു ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം 100% ആ പേരിനോട് നീതി പുലർത്തുന്നത് പോലത്തെ ഒരു മിസ്റ്റീരിയസ് അനുഭവം. സിനിമ കണ്ടിറങ്ങുന്ന ആളുകളല്ല ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് ഇറങ്ങിയതുപോലെ. എന്നാൽ ഞാൻ കാന്താര എന്ന സിനിമ കണ്ടപ്പോൾ ഒരു കഥ എന്നതിലുപരി അതിമനോഹരമായ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുള്ളതായി തോന്നി. അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് കാന്താര എന്ന സിനിമയുടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, കാന്താര എന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സിനിമ കണ്ടിട്ട് ഇത് കാണുക. ഇതുവരെ തിയേറ്ററിൽ പോയി കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ OTT വരുമെങ്കിൽ പോലും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം ഇവിടെ നമ്മോട്ട് കാണുക. ഇപ്പോൾ കാന്താര എന്ന സിനിമയുടെ കഥയിലൂടെ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊണ്ടുപോകാം. ആദ്യം തന്നെ അവിടെ പറയേണ്ടത് 3 തരം വിശ്വാസങ്ങളെ അതിമനോഹരമായി കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ 3 മെയിൻ സ്ഥലങ്ങളാണ് കാണിക്കുന്നത്, അല്ലേ? ഒന്ന് കാന്താര എന്ന് പറയുന്ന ഫോറസ്റ്റ്, പിന്നെ കടപ്പതിക്ക് എന്ന് പറയുന്ന സ്ഥലം, അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ബാന്ദ്ര എന്ന സ്ഥലം. ഇവിടുത്തെ 3 ആളുകളുടെയും വിശ്വാസ രീതികൾ വളരെ വ്യത്യസ്തമാണ്. കാന്താരയിലെ ജനങ്ങളാകട്ടെ, അവർ പൂർണ്ണമായും സമാധാനമായി ആരെയും ഉപദ്രവിക്കാതെ അവർ ഈ കഴിക്കുന്ന ഭക്ഷണവും ഈ ലോകവും അതെല്ലാവർക്കും അർഹതപ്പെട്ടതാണെന്ന വിശ്വാസത്തോടു കൂടി ദൈവാരാധന ചെയ്ത് ജീവിക്കുന്നു. മറ്റേ കടപ്പതിക്കയിലുള്ള ആളുകളാകട്ടെ, എല്ലാത്തിനും മേൽ അവരുടെ ആധിപത്യം ഉണ്ടാവണം, അതിനുവേണ്ടി ഉച്ചാടനം, ആവാഹനം, അതുപോലെ ആഭിചാരക്രിയകളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് അവർ. ബാന്ദ്ര എന്ന സ്ഥലത്തെ രാജാക്കന്മാരുടെ വിശ്വാസങ്ങളാകട്ടെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന വിശ്വാസം. അതായത് 2 എക്സ്ട്രീമും അതിൻ്റെ നടുക്കത്തെ ഭാഗവും കാണിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ആദ്യമേ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ മായക്കാരൻ എന്ന് പറയുന്ന കഥാപാത്രം, ഈ കഥാപാത്രം ഈ സിനിമയിലെ വളരെ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ ആ കഥാപാത്രം അവിടെ നിന്ന് ആ എക്സ്പ്ലനേഷൻ തുടങ്ങാം നമുക്ക്. ഈ മായക്കാരൻ എന്ന് പറയുന്ന കഥാപാത്രം, അതിനെ പല ആളുകൾ തുളുനാടിൽ വരുന്ന ചില ദൈവവുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മായക്കാരൻ, മായാരൂപൻ, മായാവി എന്നെല്ലാം പറയുന്ന ഈ ഒരു ക്യാരക്ടർ ഒരു സിദ്ധന് സമാനമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ സിദ്ധനാരെന്ന് ചോദിച്ചാൽ തങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ എൻലൈറ്റ്മെൻറ്റ് കിട്ടി സിദ്ധികൾ നേടിയ ആളുകളാണ് ഈ സിദ്ധന്മാരെന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ മായക്കാരൻ ഒരുപാട് സിദ്ധികളുള്ളത് നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പക്ഷേ കാന്താരയിൽ തന്നെ താമസിച്ചിരുന്ന, ഒരുപാട് മുൻപ് ജീവിച്ചിരുന്ന, ഒരുപാട് പ്രായമുള്ളൊരു വ്യക്തി, ആ വ്യക്തി തൻ്റെ സാധന കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ പരമബോധമായിട്ടുള്ള ശിവൻ എന്ന അവസ്ഥയിലെത്തുക. ശിവൻ എന്ന് പറയുന്ന ഒരാളല്ല, ഒരവസ്ഥയാണ്. അപ്പോൾ പരമബോധമായിട്ടുള്ള ശിവത്വം എന്ന് പറയുന്ന അവസ്ഥയിലെത്തുക, എൻലൈറ്റ്മെൻറ്റ് കിട്ടിയതിന് ശേഷം, ശിവോഹം എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയതിന് ശേഷം തനിക്ക് സിദ്ധികൾ ലഭിച്ച ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പലയിടങ്ങളിലും ഈ ഒരു വ്യക്തി, ഇദ്ദേഹം ഈ കാട്, കാന്താര എന്ന് പറയുന്ന ഈ കാട്, ഈശ്വരൻ്റെ പൂന്തോട്ടം എന്ന് പറയുന്ന ആ സ്ഥലം, അവിടുത്തെ ദൈവങ്ങൾ, പരമബോധമായിട്ടുള്ള ദൈവം, അതുപോലെ പുറത്തെ ഈ കാടിന് പുറത്തുള്ള ആളുകൾ, ഇതിനെ എല്ലാത്തിനെയും ഇൻ്റർകണക്ട് ചെയ്യുന്ന ഒരു ലിങ്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലേ? എത്തേണ്ട സ്ഥലങ്ങളിൽ ഇദ്ദേഹം എത്തുന്നുണ്ട്. ഋഷഭ് ഷെട്ടിയുടെ കഥാപാത്രത്തിന് ബെർമെ എന്ന് പേരിട്ടതിനും ഒരു കാര്യമുണ്ട്. നമുക്കത് ലാസ്റ്റിലോട്ട് പോകുമ്പോൾ, ക്ലൈമാക്സിൻ്റെ എക്സ്പ്ലനേഷൻ വരുമ്പോൾ പറയാം. ബെർമയും കൂട്ടരും കൂടെ ഈ കാട്ടിനുള്ളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പോഴാണ് ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പുലിയെ ഇവർ കാണുന്നത്. അപ്പോൾ ഈ ഒരു പുലി ഇവരുടെ അടുത്ത് വന്നിട്ട് ഇവരാരെയും ആക്രമിക്കുന്നില്ല. ബെർമയുടെ അടുത്ത് വന്ന് ബെർമയുടെ കണ്ണിലോട്ട് നോക്കുമ്പോൾ ആ കണ്ണിൽ ആ ഒരു ഫയർ സർക്കിൾ ഇങ്ങനെ കാണുന്നുണ്ട്. ബെർമയുടെ കണ്ണിലൊട്ടും ആ ഒരു ഫയർ സർക്കിൾ കാണുന്നുണ്ട്. ആ ഒരു സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബെർമയും എന്തോ ദൗത്യത്തോടുകൂടി ഇവിടെ വന്ന ആളാണെന്ന്. തൊട്ട് പിറകെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബെർമയുടെ അമ്മ ആദ്യമായി എടുത്ത കല്ല്, തൃശൂലത്തിൻ്റെ അടയാളമുള്ള കല്ല് അവിടെ വെച്ചേക്കുന്നത്. ആ കല്ലുള്ള സ്ഥലത്ത് തന്നെ ഇവരെത്തി. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു പുലി ഒരു സാധാ പുലിയല്ല, ഒരു പുലിദൈവമാണെന്ന് നമുക്ക് മനസ്സിലായി. തുളുനാട്ടിലോട്ട് പോകുമ്പോൾ ഈ പുലിദൈവത്തിൻ്റെ പേര് പുലിച്ചാണ്ടി എന്നാണ്. പിലിച്ചാണ്ടി എന്ന് പറയുന്നുണ്ട്. പുലിച്ചാവുണ്ടി എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ ഈ പിലിച്ചാണ്ടി എന്ന് പറയുന്ന ദൈവം പാർവതി ദേവിയുടെ പെറ്റായിരുന്നു. ഇങ്ങനെയാണ് കഥ വരുന്നത്. പാർവതി ദേവി വളർത്തിയിരുന്ന ഒരു പുലിയായിരുന്നു ആ ഒരു പുലിയുടെ നിറം എന്ന് പറയുമ്പോൾ സ്വർണ്ണ നിറവും കറുത്ത വരകളും ആയിരുന്നു ആ പുലിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ പരമശിവന് പാർവതിദേവിക്ക് ഒരുപാട് ഈ പുലിയെ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഈ പുലിക്കൊരു ദൗത്യം പരമശിവൻ കൊടുത്തു. ഇങ്ങനെയാണ് കഥ പോകുന്നത്. കൈലാസത്തിലുള്ള പശുക്കളെ സംരക്ഷിക്കുക എന്ന് പറയും. അങ്ങനെ ഇരിക്കെ പശുക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അങ്ങനെ ഇതെന്തെന്നറിയാനായിട്ട് മഹാദേവൻ തന്നെ പോയപ്പോൾ കാണുന്ന കാഴ്ച, ഈ പുലി നെല്ലിക്ക കഴിച്ചതിന് ശേഷം പോയി വെള്ളം കുടിക്കും. അപ്പോൾ വെള്ളത്തിന് മധുരമുണ്ട്.
അപ്പോൾ ആ വെള്ളം ഈ പശുക്കൾ കുടിക്കുന്നത് കണ്ട്. അപ്പോൾ പശുക്കൾ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ ഈ പശുക്കൾക്കും രുചി കാണുമെന്നും പറഞ്ഞ് ഈ പുലി പശുക്കളെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പശുവിനെ തിന്നാനായിട്ട് ഈ പുലി ഓടിപ്പോയപ്പോൾ അവിടെ മഹാദേവൻ വന്ന് ഈ ഒരു പുലിയെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ കൈലാസത്തുനിന്ന് പുറത്ത് കളയുകയാണ്, പക്ഷെ ചുമ്മാ ഇവിടെയല്ല, നിനക്കൊരു ദൗത്യമുണ്ട്. ഈ ദേശത്ത് പോയി അവിടുത്തെ ജനങ്ങൾക്കും ആ സ്ഥലത്തെയും സംരക്ഷിച്ച് നീ അവിടെ ഉണ്ടാവണം എന്നും പറഞ്ഞ് ഈ പുലി ദൈവത്തിനെ ഈ സ്ഥലത്തേക്ക് വിട്ടുവെന്നും ഒരു കഥ പറയുന്നുണ്ട്. ഇതവരുടെ വിശ്വാസപരമായിട്ടുള്ള കഥകളിൽ ഒരെണ്ണമാണ്. അപ്പോൾ ഈ ഒരു പുലി ദൈവം ബെർമേനെയും കൂട്ടരെയും കൂടെ ഉൾക്കാടിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ബെർമയ്ക്ക് എന്തോ ഒരു കാന്തികമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ പുലിയോട് തോന്നി. അകത്തോട്ട് പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ പുലിയെ കാണുന്നില്ല. ഈ സ്ഥലം എത്തിയപ്പോഴത്തേക്കും ബെർമയ്ക്കും കൂട്ടർക്കും നല്ല പേടിയായി. കാരണം ഒത്തിരി പോലും വെളിച്ചം പോലും അതിൻ്റെ അകത്തില്ല. ഒരു അതിർത്തിക്കപ്പുറം ബെർമ ഒറ്റയ്ക്ക് കയറി പോയപ്പോഴത്തേക്കും അവിടെ ഒരു വല്ലാത്ത ശബ്ദം ഇവരുടെ ചെവിയിലടിച്ചിട്ട് ഇവർ കറങ്ങി തിരിഞ്ഞ് അതിൻ്റെ പുറത്ത് വന്നു. ബെർമ വീണ്ടും ആളുകളെ കൊണ്ട് അതിൻ്റെ അകത്ത് കയറി വീണ്ടും കറങ്ങി തിരിഞ്ഞ് പുറത്തു വന്നു. പിന്നെയാണ് അവളൊരു തേവാങ്കിനെ ഇങ്ങനെ കെട്ടി മരത്തിൽ വെച്ചേക്കുന്നത് കണ്ടു. ബെർമ അത് അഴിച്ചു. ബെർമ ഒരു തേവാങ്കിനെ അഴിച്ചപ്പോൾ ചുറ്റിനുമുള്ള തേവാങ്കുകളെല്ലാം ഇങ്ങനെ വീഴുന്നത് കണ്ടു. സംഭവം അതിനെ ദിഗ്ബന്ധനം എന്ന് പറയും. ഈ ദിഗ്ബന്ധനം എന്ന് പറയുന്ന സംഭവം അത് താന്ത്രികമായിട്ടുള്ള ദിഗ്ബന്ധനങ്ങളെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അതിലേക്കൊന്നും നമുക്ക് പോകണ്ട, അതൊരുപാട് പറയാനുണ്ട്. അപ്പോൾ ഈ ദിഗ്ബന്ധനം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും ആ ദിക്കിനപ്പുറത്തേക്കൊരു ശക്തി അങ്ങോട്ട് കയറാതിരിക്കാൻ ചെയ്യുന്ന ദിഗ്ബന്ധനമാണ്. ഈ പുലിച്ചാണ്ടി അവിടെ എത്തിയിട്ട് പുലിച്ചാണ്ടിയിലെ പുലിദൈവം അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് മാറിപ്പോയ കാര്യം എന്ന് പറയുമ്പോൾ ദിഗ്ബന്ധനം ചെയ്തേക്കുമ്പോഴത്തേക്കും കടപ്പതിക്കിലുള്ള ആളുകൾ ആവാഹനം കൊണ്ട് ചെയ്തേക്കുന്ന ദിഗ്ബന്ധനമാണ്. ആ ദിഗ്ബന്ധനത്തിനുള്ളിൽ ദൈവിക ശക്തികൾക്കോ ദൈവത്തിനെ ആരാധിച്ച് ജീവിക്കുന്ന നല്ല മനസ്സുള്ള ആളുകൾക്കോ കയറാൻ കഴിയുന്നില്ല. ഈശ്വരനെ, അതായത് ഈശ്വരനെയും പഞ്ചുരുളിയെയും ഒക്കെ ആരാധിച്ച് ജീവിക്കുന്ന സാധാരണ ജനങ്ങൾ, ആർക്കും ഒരു ഉപദ്രവം ആഗ്രഹിക്കാത്ത ബെർമയും കൂട്ടരും ദിഗ്ബന്ധനം ചെയ്തിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് കയറിയുകൊണ്ടാണ് അവർക്ക് ആ ഒരു ശബ്ദം കേട്ടതും അവർക്കത് ഇറിറ്റേഷനായി പുറത്തേക്ക് പോയത്. അപ്പോൾ ദിഗ്ബന്ധനം എന്ന് പറയുന്ന സംഭവം അവർ ചെയ്തിരുന്നതിൻ്റെ കാര്യം അതാണ്. അവരുടെ ആഭിചാരക്രിയകൾ അവർ ചെയ്യുന്ന സ്ഥലത്തേക്ക് ദൈവാംശം ഒട്ടും കയറാതിരിക്കാനായിട്ട് അവർ വെച്ചിരുന്ന ദിഗ്ബന്ധനം. ആ ദിഗ്ബന്ധനം നശിപ്പിക്കാനായിട്ടാണ് ബെർമയെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ ബെർമ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയാണ്. പിന്നീട് അറിയാമല്ലോ, രാത്രിയായപ്പോഴത്തേക്കും കുലശേഖരന് ദേഷ്യം വന്ന് കുലശേഖരൻ ബെർമയില്ലാത്ത സമയം കാട്ടിൽ കയറി എല്ലാം നശിപ്പിച്ചു. ബെർമയുടെ അമ്മയെ ബെർമയുടെ മുന്നിലിട്ട് കൊന്നു. ഈ സമയം ബെർമ അമ്മയെ രക്ഷിക്കാനായിട്ട് ഓടി വരുന്ന ആ സമയം ആ ഒരു കിണറിൽ നിന്ന് ഗുളികൻ ബെർമയുടെ ദേഹത്ത് ആദ്യമായിട്ട് കയറുന്നു. കറക്റ്റ് കാന്താര ഫസ്റ്റ് കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു ഫീല് ഈ സമയത്ത് അപ്രതീക്ഷിതമായി ഇങ്ങനെ വന്നപ്പോൾ ശരിക്കും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഉടനെ തന്നെ ഗുളികൻ കുലശേഖരനെ വധിക്കും. കുലശേഖരനെ കൊന്നതിന് ശേഷം ആ കുലശേഖരനെയും കൊണ്ട് ആ കിണറിലേക്ക് ഇറങ്ങാനായിട്ട് പോയ ആ സമയത്ത് മായക്കാരൻ വന്ന് ബെർമയുടെ തലയെ പിടിക്കും. ബെർമയുടെ തലയെ പിടിക്കുമ്പോൾ ബെർമയുടെ ദേഹത്തുനിന്ന് ഗുളികം പോവും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മായക്കാരൻ എന്ന് പറയുമ്പോൾ ഈശ്വരനും ദൈവങ്ങളും അവിടുത്തെ ജനങ്ങളും കാടും നാടും എല്ലാം ലിങ്ക് ചെയ്യുന്ന ഒരാളാണ്. സിദ്ധനാണ് മായക്കാരൻ. എല്ലാം അറിയാം. മായക്കാരനാണ് കുട്ടിക്കാലം മുതലേ ആരും കാണാതെ വന്ന് ബെർമയുടെ അടുത്ത് അവിടുത്തെ ദൈവകഥകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ആ മായക്കാരൻ അറിയാം ബെർമയെ ഇപ്പോൾ ഈ ബോഡിയും കൊണ്ട് അങ്ങോട്ട് പോയാൽ ബാക്കി കാര്യങ്ങൾ ബെർമയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ലെന്നും. ഗുളികൻ ബെർമയുടെ ദേഹത്ത് കയറിയതിന് ശേഷം ബെർമയുടെ രൂപവും ഭാവവും രീതികളും ഒക്കെ മാറുക. ബെർമയുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറി. ബെർമയെ കാട്ടിലുള്ളൊരു വലിയ എല്ലാം എന്താ പറയുക, അവരുടെ കൂടെയുള്ള ദൈവിക ജ്ഞാനം കിട്ടിയിട്ടുള്ള ഒരാളെപ്പോലെ ബെർമയെ പെരുമാറാൻ തുടങ്ങി. ഈ സമയത്ത് രാജശേഖരൻ അവിടെ ഒരു അമ്പലം പണിയുന്നുണ്ടായിരുന്നു. ആ അമ്പലത്തിൽ സ്ഥാപിക്കാനായി വെച്ചിരുന്ന ഈശ്വരലിംഗത്തിൽ ഒരു വിള്ളൽ വീണിരിക്കുന്നു. അപ്പം ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടുത്തെ മെയിൻ പൂജാരി പറയുന്നു, അവിടുന്ന് എൻ്റെ മനസ്സ് മുറിപ്പെട്ടിരിക്കുന്നു, മഹാദേവൻ്റെ മനസ്സ് വേദനയുണ്ടായിരിക്കുന്നു. കാരണം മഹാദേവൻ്റെ ഗണങ്ങളെ അപമാനിച്ചത് കൊണ്ടാണ് ഇതുണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ ശിവഗണങ്ങളെ അപമാനിച്ചത് കൊണ്ട് ഇതുണ്ടായി. അപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ട് അവരെ ഇവിടെ കൊണ്ടുവരണം, അവരുടെ ദൈവത്തെ ഇവിടെ കൊണ്ടുവരണം, ഇവിടെ വെച്ച് ഭൂതകോലം ജയിക്കണം എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോൾ ഇത് അവിടെ പറയാനായിട്ട് കനകവതിയും കനകവതിയുടെ പടയാളികളും കൂടെ പോയി. കനകവതി മുമ്പോട്ട് വന്ന് അപേക്ഷിച്ചു, നിങ്ങളുടെ ഈശ്വരനുമായിട്ട് നിങ്ങളങ്ങോട്ട് വരണം, നമുക്കവിടെ ബ്രഹ്മകലശം നടത്താനുള്ളതാണ്. അപ്പോഴും കാലാകാലങ്ങളായിട്ട് പറഞ്ഞ അടിമത്തത്തിൻ്റെ കാര്യങ്ങളെല്ലാം ബെർമ ഇങ്ങനെ ചോദിക്കുന്നൊക്കെയുണ്ട്. ആ സമയത്ത് ഈ സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡയലോഗ്, കനകവതിയാണ് ഈ സിനിമയിലെ വില്ലത്തി എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു ഡയലോഗ് കനകവതി പറയുന്നുണ്ട്. എന്താണെന്ന് അറിയുമോ? അതായത് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, നമ്മുടെ ഈശ്വരനെ അങ്ങോട്ട് വിട്ടുതരത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ പറയുന്നത് നിങ്ങളാണോ ദൈവമാണോ എന്ന്.
കാന്തര ഫസ്റ്റിൽ ആ കരപ്രമാണികളുടെ കുടുംബത്തിലുള്ള ഒരാൾ, അയാൾ വന്നിട്ട് ഈ കാട്ടിലെ ഭൂമി അയാൾക്ക് വിട്ടുകൊടുക്കണം, ഇത് അയാളുടെ സ്വന്തമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പഞ്ചുരുളിയോട് പറയുമ്പോഴത്തേക്കും പഞ്ചുരുളി പറഞ്ഞു, അത് പറ്റത്തില്ലല്ലോ, ഇത് കാലങ്ങൾക്ക് മുമ്പേ മനസമാധാനത്തിന് വേണ്ടി നടത്തിയൊരു ഉടമ്പടിയല്ലേ. അപ്പം ഞാൻ ഈ ഭൂമി ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന മനസമാധാനം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് പഞ്ചുരുളി ചോദിക്കുന്ന സമയത്ത് അയാളും ഇതേ ഡയലോഗ് പറയുന്നുണ്ട്. ഇത് ദൈവം പറയുന്ന ഡയലോഗോ കലാകാരൻ പറയുന്ന ഡയലോഗോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞ അതേ ഡയലോഗ് ഇതിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു കനകവതിയാണ് വില്ലത്തിയെന്ന്. കാരണം അതിൽ ആ ഒരു വില്ലേനിയസ് ക്യാരക്ടർ പറഞ്ഞ അതേ ഡയലോഗ് ഇവിടെ കനകവതിയും പറയുന്നുണ്ട്. അധികാരമോഹിയായിട്ട് അതിൽ പറഞ്ഞ അതേ ഡയലോഗ് ഇവിടെ കനകവതിയും പറയുന്നുണ്ട്. സെയിം ഡയലോഗ്. അതും നമുക്ക് മനസ്സിലാക്കാം കനകവതി വില്ലത്തിയാണെന്നുള്ള കാര്യം. അപ്പോഴാണ് ഇതിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളിൽ ഒന്നായ ബ്രഹ്മകലശം എന്ന് പറയുന്ന പാട്ട് വരുന്നത്. ആ പാട്ടിൽ ഇവർ അതിമനോഹരമായിട്ട് അത് കൊറിയോഗ്രാഫ് ചെയ്തേക്കുന്നത് ആബ്സല്യൂട്ട് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ ഒരു ബ്രഹ്മകലശം അവിടെ സക്സസ്ഫുള്ളായിട്ട് നടത്തിയതിന് ശേഷം ബർമെ ഈ ഒരു രാജാവിൻ്റെ സദസ്സിലോട്ട് കയറി ചെല്ലുന്നു. ഏതൊരു സദസ്സിലാണോ ആദ്യം ബർമെ എത്തിയപ്പോൾ ആളുകൾ ആയുധമുയർത്തിയത്, ആ സദസ്സിലോട്ട് തന്നെ ബർമെ ആദരവോട് കയറി വരികയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബർമയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടായിരുന്നോ? വലത്തേ ഭാഗത്തൂടെ ഒരു തുണി ഉടുത്ത്, ഒരു തുണി കൊണ്ട് മറച്ച്, ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു ധോത്തിയൊക്കെ ഉടുത്ത്, ആ ഒരു രൂപം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പരശുരാമനെ ഓർമ്മ വന്നു. അതിൽ പരശുരാമൻ്റെ ഒരു പേരും പറയുന്നുണ്ട്, പരശുരാമൻ സൃഷ്ടിച്ച മണ്ണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരശുരാമൻ്റെ ലുക്കിൽ ആ ഒരു അറ്റയറിൽ ബർമയെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബർമയുടെ മെയിൻ ആയുധം കോടാലിയാണ്, പരശുവാണ്. അപ്പോൾ അതിലൊരു പരശുരാമൻ റെഫറൻസ്, അവരുടെ ആ ഒരു ഭൂമിയുടെ ക്രിയേറ്ററിൻ്റെ റെഫറൻസ്, പരശുരാമൻ സൃഷ്ടിച്ച മണ്ണെന്ന് അതിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പരശുരാമൻ്റെ റെഫറൻസ് അവിടെ വന്നതായിട്ട് എനിക്ക് തോന്നി ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് കണ്ടപ്പോൾ. സിനിമയുടെ ലാസ്റ്റിൽ വരുന്ന യുദ്ധത്തിൻ്റെ സീക്വൻസൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, രാത്രിയായപ്പോൾ രാജശേഖരൻ്റെ ദേഹത്ത് നേരത്തെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദുരാത്മാവിനെ തിരിച്ച് ആവാഹിച്ച് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും മായക്കാരൻ അവിടെ എത്തിയിട്ട് ബർമയുടെ അടുത്ത് പറയും, ബർമേ, ദൈവങ്ങൾക്കകത്ത് കയറാൻ പറ്റാത്ത ബന്ധനം ചെയ്തേക്കുകയാണ്. ഈ ബന്ധനം ഒഴിവാക്കാനായിട്ട് എവിടെ നിന്നാണോ എല്ലാം തുടങ്ങിയത് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. അതായത് ആ മൂലസ്ഥാനത്തേക്ക് പോകാൻ പറഞ്ഞു. ഗുളികൻ വരുന്ന ആ കിണറിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഗംഗ നിനക്ക് വഴികാട്ടിയാവുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഗംഗ വഴികാട്ടിയാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗ എവിടെ നിന്നാണ് വരുന്നത്? ഒരാളുടെ ശിരസിൽ നിന്നാണ് ഗംഗ വരുന്നത്. അപ്പോൾ അതും കൂടെ ആലോചിച്ചോളണം. അപ്പോൾ അങ്ങനെ ബർമെ ബർമയുടെ അടുത്ത് പറഞ്ഞുടനെ ബർമെ പെട്ടെന്ന് കാട്ടിലേക്ക് ഓടുന്നു. ബർമെ ഈ കിണറിലോട്ട് ഇറങ്ങുന്നു. കിണറിൽ വന്ന് വീഴുന്ന ബർമയ്ക്ക് മാർഗദർശനമായി ഗംഗ വരുമെന്ന് പറഞ്ഞു. ഒരു ചെറിയ അരുവി പോലൊരു സംഭവം കാണുന്നു. ആ അരുവിയെ ഫോളോ ചെയ്ത് ബർമെ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഇത്രയും കാലവും ഈ രാജാവ് അമ്പലം പണിയണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് തൊട്ടേ ഇവരുടെ കൂടെ ആ കാട്ടിൽ ഇവർ തൊഴാമോ എന്ന് ചോദിച്ച ആ ഉടയവൻ ശിവലിംഗമായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവരുടെ കൂടെ ആ കാട്ടിൻ്റെ അകത്ത് ആ ഒരു ഗുഹയ്ക്കുള്ളിലായിട്ട് അവരുടെ ഉടയവനായിട്ടുള്ള ശിവൻ, ആ ശിവലിംഗം ഇരിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാറിനെ. അതായത് തമിഴിലൊരു വലിയ സിദ്ധനുണ്ട്, ആ സിദ്ധൻ എഴുതിയൊരു പാട്ട്, അതിൻ്റെ ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടത് പറയാം. അപ്പം ശിവലിംഗം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ബ്രഹ്മരാക്ഷസനെയും കാണുന്നുണ്ട്. അത് ചിലവർ അത് നന്ദിയാണെന്ന് പറയുന്നുണ്ട് കൊമ്പ് കണ്ടിട്ട്, ചിലവരത് വേറെന്തോ പിശാചാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ബ്രഹ്മരാക്ഷസനാണ്. കാരണം കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ച് കാണും, ആ ബ്രഹ്മരാക്ഷസനെ ആദ്യം കാണിച്ചപ്പോലെ ചുരുണ്ടൊരു മുടി നിവർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ബ്രഹ്മരാക്ഷസനായിരുന്നു. അപ്പോൾ ബ്രഹ്മരാക്ഷസനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായി. ബർമെ ഈ ഒരു ശിവലിംഗത്തിൻ്റെ അടുത്ത് വീണ്ടും എത്തുക. ഇവിടെ ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യം പറയുക. ഒരു തമിഴ് സിദ്ധനുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിതയുടെ ഒരു ട്രാൻസ്ലേഷൻ, കവിതയല്ല ഒരു പാടലിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറയാം. അന്വേഷിച്ച് ഓടി ഞാൻ ഒരു ദിവ്യമായിട്ടുള്ള ആ ജ്യോതിയെ അന്വേഷിച്ച് ഞാൻ ഓടി നടന്നു. ദിവ്യമായ ജ്യോതി എന്ന് പറയുമ്പോൾ ദൈവത്തിനെ അന്വേഷിച്ച് ഞാൻ ഓടി നടന്നു. തേടി ദിവസങ്ങളും കഴിഞ്ഞു പോയി. ഈ ജ്യോതിയെ അന്വേഷിച്ച് ഓടി തേടി നാളുകൾ കഴിഞ്ഞ് ഞാൻ ക്ഷീണിതനായിരിക്കുന്നു. എന്നാൽ ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, ആ ജ്യോതി പുറത്തൊന്നുമല്ല, കോടികൾക്കും പരകോടിയായിട്ടുള്ള ഒരു ജ്യോതി എൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചു പോയ ശിവൻ എൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുന്നത്. ഏകദേശം അതുപോലെ തന്നെയായിരുന്നു കാന്താര ജനങ്ങളുടെ കാര്യവും. അവർക്ക് തൊടാവോ, അവർക്ക് അടുത്തുപോയി തൊഴുവാവോ
എന്നെല്ലാം അവർ പേടിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ അവരെ കൊണ്ട് വിശ്വസിപ്പിച്ചിരുന്ന, രാജാവ് പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന ആ ഈശ്വരൻ അത്രയും കാലവും അവരുടെ കൂടെ അവർ താമസിച്ചിരുന്ന ഭൂമിക്ക് അടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു ബ്രഹ്മരാക്ഷസനെ ഭയന്നാണോ അവർ അത്രയും കാലവും ആ കാടിൻ്റെ അതിർത്തി കഴിഞ്ഞു പുറത്തു പോകാതിരുന്നത്, ഏതൊരു ബ്രഹ്മരാക്ഷസൻ്റെ പേരും പറഞ്ഞാണോ രാജശേഖരൻ എന്ന് പറഞ്ഞ രാജാവ് അവരുടെ മുതൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്, ആ ബ്രഹ്മരാക്ഷസനെ ഗുളികൻ ആ കിണറിനുള്ളിൽ തറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മിക്കവാറും ഗുളികനായിരിക്കും കൊണ്ടിട്ടത് ബ്രഹ്മരാക്ഷസനെ, ഇവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനായിട്ട്. ഇതെന്ന് പറയുമ്പോൾ ഒരു കഥയായിട്ട് മാത്രം കാണരുത് കേട്ടോ, ഇതിലൊരു വലിയ കാര്യമുണ്ട്. നമ്മളിപ്പോൾ എന്തൊക്കെ ഭയം നമുക്കുണ്ടോ, നമുക്ക് ഓരോ വിഷയങ്ങളോട് തോന്നുന്ന ആസക്തി, നമ്മുടെ പേടി, ഇതുപോലെ തന്നെ നമ്മൾ ആരാധിക്കുന്ന ഈശ്വരൻ, ഇതിനെ ഒന്നും തപ്പേണ്ടത് പുറത്തല്ല. നമ്മുടെ പ്രശ്നങ്ങളിലുള്ള കാരണം നമ്മൾ തപ്പിപ്പോയേണ്ട പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. അതുതന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ആ ഗുഹയ്ക്കുള്ളിലെല്ലാം ഉണ്ടായിരുന്നു അത്രയും കാലവും. അവിടെ പിന്നീട് നടക്കുന്നൊരു കാര്യം, ബർമയെ വന്നിട്ട് ആ തൃശൂലത്തിൽ പിടിക്കുന്നു. എന്താ പറയുക, ബ്രഹ്മരാക്ഷസനെ എടുത്തെറിഞ്ഞപ്പോഴാണ് ഒരു പിടുത്തം കിട്ടാനാണ് ആ തൃശൂലത്തിൽ പിടിച്ചത്. ആ സമയത്ത് ബർമ എണീച്ചിരിക്കുമ്പോൾ ബർമയുടെ കണ്ണിൽ ഈശ്വര ചൈതന്യം കയറിയതുപോലെ ആ ഒരു ഫയർ സർക്കിൾ കാണാൻ പറ്റുന്നുണ്ട്, അഗ്നിവലയം കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത നിമിഷം ബർമയുടെ ദേഹത്തോടെ ഒരു രാജവെമ്പാല കയറിപ്പോയി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയും ചെയ്യും. രാജവെമ്പാല എന്ന് പറയുമ്പോൾ സർപ്പരാജനെ ഖണ്ഡത്തിൽ അണിഞ്ഞിരിക്കുന്നതാരാണ്? ശിവൻ. എന്നാൽ ആ സമയത്ത് അവിടെ നിന്നത് ശിവനെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് ബർമയുടെ ദേഹത്ത് കയറിയത് ബർമരെന്ന് പറയുന്ന തുളുനാട്ടിലെ ദൈവമാണ്. ബർമർ തുളുനാട്ടിലെ ഓരോ ദൈവാരാധനകളിൽ വരുന്ന, സ്പിരിച്വൽ വർഷിപ്പിൽ വരുന്ന ദൈവങ്ങളുണ്ടല്ലോ, പഞ്ചുരുളി, അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ. ആ ദൈവങ്ങളുടെയൊക്കെ തലവനാണ്. ദേവന്മാരുടെ ദേവൻ മഹാദേവൻ എന്ന് പറയുന്നത് പോലെ, ശിവൻ സുപ്രീം കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പോലെ, ദൈവാരാധനയിൽ വരുന്ന ദൈവങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളാണ് ബർമർ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ബർമർ എന്ന് പറയുമ്പോൾ സുപ്രീം കോൺഷ്യസ്നെസ് എന്ന് പറയാം. ഇപ്പോൾ ശൈവത്തിലോട്ട് വരുമ്പോൾ ശിവനാണ് സുപ്രീം കോൺഷ്യസ്നെസ്. അപ്പോൾ ശിവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ ബർമർ വന്നെന്ന് പറയുമ്പോഴത്തേക്കും ശിവൻ്റെ ഒരു അംശം തന്നെയാണ് ആ കയറിയത്. ബർമരാണ് ആ സമയത്ത് ബർമയുടെ ദേഹത്ത് കയറിയത്. ആ ബർമ എന്ന് പറയുന്നത് തുളുനാട്ടിലെ ദൈവങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അത്രയും ശക്തിയുണ്ട്. ആ തൃശൂലം കൊണ്ട് ഒരു അടി ഇങ്ങനെ കൊടുത്തപ്പോൾ കടപ്പതിക്കൽ ആളുകൾ ഇട്ടേക്കുന്ന ആ ദിഗ്ബന്ധനം എല്ലാം കൂടെ തെറിച്ചങ്ങ് പോണത് കണ്ടല്ലോ, അത് ബർമരാണ് ആ സമയത്ത് ബർമയുടെ ദേഹത്ത് കയറിയത്. അത് തുളുനാട്ടിലുള്ള മറ്റൊരു ദൈവമാണ്. അപ്പോൾ ആ ബർമരെന്ന് പറയുന്നത് ചില വിശ്വാസപ്രകാരം ചില സ്ഥലങ്ങളിൽ ബർമർ ശിവഗണത്തിലുള്ള ഒരാളാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരാൻ പറ്റും, എന്തുകൊണ്ട് ആ പാമ്പ് ഇങ്ങനെ വന്ന് ഇരുന്നു, ശിവൻ്റെ ദേഹത്തിരിക്കുന്നതൊക്കെ ഇരുന്നു. കാരണം ഈ ശിവഭക്തർക്കിടയിൽ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ, ഭക്തിയിലൊരു പോയിൻ്റ് കഴിഞ്ഞാൽ ആ ഭക്തർക്ക്, ആ ഗണങ്ങൾക്ക് ശിവൻ്റെ രൂപം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും കുറവുകൾ കാണും. ഇപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വൈകുണ്ഠത്തിൽ നാരായണൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ചിലർക്ക് നാരായണൻ്റെ രൂപമാണ്, പക്ഷേ നാരായണൻ്റെ ഇടനെഞ്ചിലുള്ള ശ്രീവത്സം എന്ന് പറയുന്ന മറുക അവരുടെ ദേഹത്തൊന്നും കാണത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ബർമ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദ സുപ്രീം വൺ, ദ ലോർഡ്, ദ പ്രൊട്ടക്ടർ, ദ ക്രിയേറ്റർ എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് ശ്രീമൂലസ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞിനെ കിട്ടിയത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ബർമ എന്ന് പേരിട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ ബർമയുടെ ദേഹത്ത് കുറച്ച് നേരത്തേക്ക് ബർമർ കയറിയത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബ്രഹ്മരാക്ഷസൻ അവിടെ തൊഴുതിരുന്നത്. അങ്ങനെ ബർമയുടെ ദേഹത്ത് ബർമർ കയറി ആ തൃശൂലം കൊണ്ട് നിലത്തിങ്ങനെ ഒന്ന് കുത്തിയപ്പോൾ അവിടെ നിന്നുണ്ടായ ഊർജ്ജത്തിൻ്റെ ശക്തി കാരണം ആ നിമിഷം തന്നെ കടപ്പതിക്കൽ ആളുകൾ കെട്ടിയേക്കുന്ന ദിഗ്ബന്ധനമെല്ലാം നശിച്ചു. അടുത്ത നിമിഷം അങ്ങോട്ടേക്കൊരു അഗ്നിജ്വാല ഇങ്ങനെ പറന്നു കയറി വന്നു. ആ അഗ്നിജ്വാല യുദ്ധഭൂമിയുടെ നടുക്ക് പഞ്ചുരുളി ദേവൻ്റെ വലിയൊരു അഗ്നിരൂപമായിട്ട് വന്നു. അത് രാജശേഖരന് മനസ്സിലായി, കനകവതിക്കും മനസ്സിലായി. അവരിങ്ങനെ ഭയന്ന് നിന്ന് അടുത്ത നിമിഷം അഗ്നിരൂപത്തിൽ നിന്ന് പുലിദൈവം ചാടി ഇങ്ങനെ വരുന്നു. പുലിദൈവം അവരെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കവേ ബർമെ തൃശൂലവും പിടിച്ച് ആ സൈഡിൽ കൂടെ ചാടി ഇങ്ങനെ വരുന്നതും കാണാം. പക്ഷേ ഇപ്പോൾ ബർമയുടെ രൂപം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ബർമയുടെ ദേഹത്ത് ഇപ്പോൾ കയറിയേക്കുന്നത് ഗുളികനാണെന്ന്. കാരണം കറുത്ത ഛായമാണ് പൂശിയേക്കുന്നത് മുഖത്ത്. അങ്ങനെ അപ്പം ആ സമയത്ത് കടപ്പതിക്കലൊരുത്തം പറയും, പുലിനെ എനിക്ക് ആക്രമിക്കണമെന്നും പറഞ്ഞ്. അപ്പം ഗുളികൻ പറയുന്നുണ്ട്, അവനെയും കൊണ്ട് നീ പൊക്കോ. പുലിദൈവത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവനെയും കൊണ്ട് നീ പൊക്കോ, അവൻ നിനക്കുള്ളതാണ്, ബാക്കി എല്ലാത്തിനെയും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ആംഗ്യ ഭാഷയെ പറയുന്നുണ്ട്. എന്നിട്ട് ബർമെ, അതായത് ഗുളികൻ ദേഹത്ത് കയറിയേക്കുന്ന ബർമെ അവിടെയുള്ളവരെല്ലാം അടിച്ച് നിലത്തിട്ടിട്ട് രാജശേഖരനെ വധിക്കാനായിട്ട്, രാജശേഖരനെ കൊല്ലാനായിട്ട് പാഞ്ഞു കയറി ചെന്നപ്പോൾ രാജശേഖരൻ്റെ മുമ്പേ കനകവതി കയറി നിന്നു. കനകവതി കയറി നിന്നിട്ട് പറയും, ഒരു സ്ത്രീയാണ് ഞാൻ, ഒരു സ്ത്രീയെ തൊടാൻ നിനക്ക് പറ്റുമോ? ലോകത്തിലെ തന്നെ ശക്തിയാണ് സ്ത്രീ, ആ സ്ത്രീയെ തൊടാൻ നിനക്ക് പറ്റുമോ?
ദേഹത്ത് കറുത്ത ചായവും പൂശി കയ്യിലൊരു തുരുമ്പെടുത്ത തൃശൂലവും കൊണ്ട് വന്നാൽ എന്നെ അങ്ങ് വധിക്കാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സ്ത്രീയാണ്, സ്ത്രീയെ ബഹുമാനിക്കണം, സ്ത്രീ ശക്തിയാണ്. കനകവതി ഇത് പറഞ്ഞുടനെ ഗുളികൻ ദേഹത്ത് കയറിയേക്കുന്ന ബർമെ ഇങ്ങനെ മുടി കൊണ്ടൊരു ആംഗ്യഭാഷ കാണിച്ചിട്ട് ഇങ്ങനെ പിറക്കോട്ടും. അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശരിയാണ്, സ്ത്രീയാണ്, സ്ത്രീയെ വധിക്കാൻ പാടില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞാൽ പിറക്കോട്ടു. എന്നിട്ട് പറയും, സ്ത്രീയാണെങ്കിലും നീ ചെയ്ത ദുഷ്കർമ്മത്തിൽ നീ സ്ത്രീ എന്ന് പറയുന്ന ജന്മത്തിനെ അപമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് പറയും, നിന്നെ വധിക്കാൻ പോകുന്നത് ഞാനല്ല, നിന്നെ കൊല്ലാനായി കാളിഭദ്രകുമാരിയുടെ മകളായ എൻ്റെ സഹോദരി വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. അതായത് ചാവുണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഈ കാളിഭദ്രകുമാരി എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ വിശ്വാസപ്രകാരമുള്ള അമ്മ ദൈവമാണ്, അതായത് മദർ ഗോഡസ്, ദ ഡിവൈൻ ഫെമിനിൻ എന്ന് പറയുന്ന അമ്മ ദൈവമാണ് ഈ കാളിഭദ്രകുമാരി. കാളിഭദ്രകുമാരിയുടെ മകളും ഗുളികൻ്റെ സഹോദരിയുമായ ചാവുണ്ടി വരുമെന്നാണ് പറഞ്ഞത് ഗുളികൻ. ചാവുണ്ടിയുടെ നിറങ്ങളായി പറയുന്നത്, ചാവുണ്ടിയായിട്ട് അസോസിയേറ്റഡായി പറയുന്ന നിറങ്ങൾ ഏതൊക്കെയെന്നറിയോ? ചോപ്പ്, കറുപ്പ്, ഗോൾഡിൻ്റെ നിറം. ചുവപ്പ് നിറം പൂശാനായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ കൂട്ടുകാരൻ അവിടെ മരിച്ചു കിടപ്പുണ്ട്, ബർമയുടെ കൂട്ടുകാരൻ മരിച്ചു കിടപ്പുണ്ട്. അവൻ്റെ രക്തമെടുത്ത് ചുവപ്പ് നിറം കൊടുക്കും. എന്നിട്ട് ഒരു തീപ്പന്തം കരിഞ്ഞ് കിടക്കുന്നതിനും കറുത്ത കരി ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ ഈ വിരലിലാണ് എടുക്കുന്നത്, അതിങ്ങനെ കണ്ണിൽ വരയ്ക്കും. അത് കരിമഷി കണക്ക് കണ്ണിൽ വരയ്ക്കും. എന്നിട്ട് അവിടെ നിന്നിരുന്ന ചുവന്ന നിറത്തിലെ കൊടി, ആ കൊടി എടുത്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബർമെ പരശുരാമനെ പോലെ വേഷം കെട്ടിരുന്നപ്പോൾ വലത്തേ സൈഡാണ് മൂടിയിരുന്നത്. ഇവിടെ ബർമയുടെ ദേഹത്ത് ചാവുണ്ടി കയറുമ്പോൾ ആ ഒരു ചുവന്ന നിറത്തിലെ തുണി എടുത്തിട്ട് ഇടത്തേ സൈഡാണ് മറയ്ക്കുന്നത്. അതിൻ്റെ കാര്യം എന്തെന്നറിയോ? അർദ്ധനാരീശ്വര ഭാവത്തിൽ വലത്തേ സൈഡിൽ മഹാദേവനും ഇടത്തേ സൈഡിൽ ദേവിയുമാണ്. അപ്പോൾ ഇടത്തേ സൈഡിൽ ദേവി, ഇടത്തേ സൈഡ് ഒരു പുരുഷൻ്റെ ഇടതുഭാഗം സ്ത്രീയാണ്, അതുപോലെ ഒരു സ്ത്രീയുടെ വലതുഭാഗം പുരുഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഇടത്തേ ഭാഗം മറച്ചത്. ഇപ്പോൾ മഹാദേവൻ പോലും ശ്രദ്ധിച്ചു നോക്കിയാൽ മഹാദേവൻ ദേഹത്താനത്തോല് പുതയ്ക്കുമ്പോൾ ഇടതുഭാഗമാണ് മറയ്ക്കുന്നത്, അത് ദേവിയുടെ ഭാഗമാണ് മറയ്ക്കുന്നത്. അപ്പോൾ അത് ഭഗവാൻ പോലും തൻ്റെ കൗണ്ടർ പാർട്ടായ ദേവിയെ അത്രയും റെസ്പെക്റ്റ് ചെയ്തിരുന്നു. തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം ദേവിയാണ്, അപ്പോൾ ആ ഭാഗം പുതച്ചതിൻ്റെ കാര്യം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബർമയുടെ ദേഹത്ത് ചാവുണ്ടി കയറിയപ്പോൾ ഇടതുഭാഗത്ത് തുണിയിട്ട് മറക്കരുത്. അപ്പോൾ അങ്ങനെ മറച്ചതിന് ശേഷം ഇങ്ങനൊരു നിപ്പുണ്ട്, ഇടുപ്പിൽ കൈ കൊടുത്തൊരു സ്ത്രീ നിൽക്കുന്നത് പോലെ ഋഷഭ് ഷെട്ടി നിൽക്കും. ഈ പുള്ളിക്കാരൻ കഴിഞ്ഞ സിനിമയിൽ ഡെലിവർ ചെയ്ത ആ ഒരു പെർഫോമൻസ് അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് ഋഷഭ് ഷെട്ടി മുന്നോട്ട് ഓടിയൊരു സീനുണ്ട്. ബർമയുടെ ദേഹത്ത് ഗുളികം കയറുമ്പോൾ ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് മുമ്പോട്ട് പോകണമാണ്, ഒരു ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് മുമ്പോട്ട് പോകണമെന്നൊക്കെയാണ് ബർമ പോകുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഒരു ഡാൻസർ പോയ പോലെ ഒരു മൂവ്മെൻറ്റിലാണ് ബർമയെ മുമ്പോട്ട് പോയത്. ചാവുണ്ടി ദേഹത്ത് കയറിയപ്പോൾ ആ ബോഡി ലാംഗ്വേജ് മുഴുവനും മാറി. അങ്ങനെ ഓടിപ്പോയി ഈ കനകവതി എന്ന് പറയുന്ന പുള്ളിക്കാരി ആഭിചാരം എല്ലാം ചെയ്തിപ്പോൾ ഭയങ്കര ശക്തിയായിട്ടിരിക്കുകയാണ്. ആളുകളെയൊക്കെ അവിടെ വെട്ടി വീഴ്ത്തിയ രീതി കണ്ടില്ലായിരുന്നോ? ആ കനകവതിയെ പയറുപോലെ തൂക്കി മുട്ടിൽ വെച്ചിട്ട് കോഴിക്കുഞ്ഞെന്നും പറഞ്ഞ് തലയങ്ങ് തിരിച്ചു കളഞ്ഞു. എന്നിട്ട് പോയി വളരെ എളുപ്പമായിട്ട് ആ ഒരു രാജശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയെ, ആ ഒരു രാജാവിനെ കൊല്ലുകയും ചെയ്തു. അവിടെ ആ ഡയലോഗ് വരുന്നുണ്ട്, പ്രകാശമേ പ്രകാശത്തിലെല്ലാം വ്യക്തമാകും, പക്ഷെ അത് പ്രകാശമല്ല ദർശനമാണ് എന്ന ഡയലോഗ് വീണ്ടും വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ലാസ്റ്റിൽ ഇവർ വീണ്ടും ഭൂതകോലം ചെയ്യുന്നു. എന്നിട്ട് എല്ലാ പ്രാവശ്യവും സിനിമയിൽ കാണിച്ചതുപോലെ ബർമെ ആ ഒരു കിണറിലോട്ടെടുത്ത് ചാടുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്തെന്നറിയോ? അവിടെ വന്ന ബർമയും നേരത്തെ വന്ന കാടുബേട്ട് ശിവയും, അതായത് അവിടെ വന്ന ബർമയും കഴിഞ്ഞ സിനിമയിൽ വന്ന കാടുബേട്ട് ശിവയും കാടുബേട്ട് ശിവയുടെ അച്ഛനും ഇവരൊക്കെ ശിവൻ്റെ ഗണങ്ങളായി മാറുകയാണ് അവസാനം. കാരണം അവരുടെ ദൗത്യം കഴിഞ്ഞാൽ ശിവഗണങ്ങളാണ് അവർക്ക് തിരിച്ച് അവരുടെ ഉടയവൻ്റെ അടുത്ത് പോയേ പറ്റുള്ളൂ. കാരണം ശിവഗണങ്ങൾക്ക് ശിവൻ്റെ അടുത്ത് നിന്ന് മാറാൻ തോന്നത്തില്ല. ഇപ്പം ശിവനെ ഇഷ്ടപ്പെട്ട ശിവൻ്റെ അടുത്ത് നിന്ന് മാറാൻ തോന്നത്തില്ല, ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഈശ്വരൻ്റെ അടുത്ത് നിന്ന് മാറാൻ തോന്നത്തില്ല എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഗണങ്ങൾ അവരുടെ ദൗത്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഈശ്വരൻ്റെ അടുത്ത് പോകണം. അതുകൊണ്ട് ബർമെ തൻ്റെ ദൗത്യം കഴിഞ്ഞ ഉടനെ ആ കിണറ്റിലേക്ക് ചാടി. ആ കിണറിരിക്കുന്ന സ്ഥലമാണ് പിൽക്കാലത്തിൽ മണ്ണിട്ട് മൂടിയത്. ആ മണ്ണിട്ട് മൂടിയ ആ കിണറുന്ന ആ സ്ഥലത്ത് വെച്ചിട്ടാണ് കാടുബേട്ട് ശിവയുടെ അച്ഛൻ പോയതും അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം കാടുബേട്ട് ശിവയും പോകുന്നത്, അതായത് കഴിഞ്ഞ സിനിമയിലെ ഹീറോ. അപ്പോൾ അവിടെ നിന്നല്ലേ പോകാൻ പറ്റുള്ളൂ, അതിൻ്റെ താഴെയല്ലേ അവരുടെ ഉടയവനിരിക്കുന്നത്. അതെങ്ങനെ മണ്ണിട്ട് മൂടി, എങ്ങനെ ആ കിണർ മൂടപ്പെട്ടു എന്നുള്ളത് ചാപ്റ്റർ 2 കാണാം. എന്ത് തന്നെയാണെങ്കിലും ഒരു ബ്രില്യൻ നറേറ്റീവ് ആയിരുന്നു ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഇത് തന്നെയാണെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞു പോയതിനിടയിൽ നമ്മൾ തുളുനാട്ടിലെ ദൈവങ്ങളെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ചെറുതായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീരീസിനിടയ്ക്കോ അല്ലെങ്കിൽ സീരീസ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലോ ഞാൻ
ഈ ഒരു തുളുനാട്ടിലെ ദൈവാരാധനയെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അതിൽ നമുക്ക് കൂടുതൽ ഞാൻ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ